മരട് ഭാഗത്തുനിന്നും ഏകദേശം 2 മണിയോടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഉച്ചഭക്ഷണം പുറമെ നിന്ന് കഴിക്കാനായിരുന്നു പദ്ധതി. നാഷണൽ ഹൈവേയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ തോപ്പുംപടി പാലം കടന്ന് ചെല്ലാനം വഴിയുള്ള കടലോര പാതയിലൂടെയും നമുക്ക് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ വീതി കുറഞ്ഞതും ഇടയിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതുമായ ആ റോഡ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഉച്ചസമയമായതുകൊണ്ട് കടലോരപാതയിലൂടെയുള്ള നീണ്ട യാത്ര അത്ര സുഖകരമായിരിക്കില്ല. കേരള മത്സ്യബന്ധന സമുദ്രഗവേഷണ സർവകലാശാലയും ലേക്ക് ഷോർ ഹോസ്പിറ്റലും ഈ മരട് പാനങ്ങാട് ഭാഗത്താണുള്ളത്. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ മാടവന കുമ്പളം പാലം പിന്നിട്ടു. കുമ്പളം ദ്വീപിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. ഇവിടെയുള്ള തൃക്കോവ് മഹാദേവ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. വേമ്പനാട് കായലിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലേക്ക് കുമ്പളം നെട്ടൂർ പാലം വഴിയും എത്തിച്ചേരാനാകും. ഒരുപക്ഷെ കൊച്ചിയുടെ പ്രധാന ദ്വീപുകളുടെ ഇടയിലൂടെയാണ് ഈ ഹൈവേ കടന്നുപോകുന്നത് എന്ന് പറയാം. കൊച്ചി കുമ്പളം ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. അരൂർ പാലത്തിന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഫാസ്റ്റ് ടാഗ് ഇല്ലെങ്കിലും വാഹനങ്ങളുടെ തിരക്കില്ലാത്തത് ഗുണമായി. 3 മണിക്കൂറുകൾക്കകം തിരിച്ചു ഇതുവഴി വരുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരുമിച്ചുള്ള പാസ് അവർ തന്നില്ല. തിരിച്ചു വരുമ്പോൾ വേറെ പാസ് എടുക്കണമെന്നാണ് അവർ പറയുന്നത്. ടോൾ പ്ലാസകളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നിയമമാറ്റങ്ങൾ വളരെ അത്ഭുതമായി ഞങ്ങൾക്ക് തോന്നി. 1 കിലോമീറ്ററിനടുത്ത് നീളമുള്ള ഈ അരൂർ കുമ്പളം പാലത്തിലൂടെയുള്ള യാത്ര ഓരോ മലയാളിക്കും ഇന്നും ആസ്വാദകരമാണ്. ഈ 4 വരി പാലം വന്നതു ശേഷമാണ് എറണാകുളത്തുനിന്നോ ആലപ്പുഴയിലേക്കുള്ള യാത്ര ആയാസകരമായത്. ഇതിനു മുൻപുണ്ടായിരുന്നത് വീതി കുറഞ്ഞ 2 വരി പാലമായിരുന്നു. MC റോഡ് കഴിഞ്ഞാൽ മധ്യകേരളത്തെ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡും ഇതുതന്നെ. നാഷണൽ ഹൈവേ ആയതിനാൽ ടോൾ ഉണ്ടെന്നതാണ് വ്യത്യാസം. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ അരൂർ എത്തി. ഇവിടം മുതൽ അരൂർ തുറവൂർ എലവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ ജോലികളാണ് കാണാൻ സാധിച്ചത്. കന്യാകുമാരി മുതൽ മുംബൈ വരെയുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗമാണിത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബാരിക്കേഡ് വച്ചു റോഡിന്റെ വീതി കുറിച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച വേഗതയിൽ കാർ ഓടിക്കാനായില്ല. കൂടാതെ പൊടിശല്യവും വളരെ രൂക്ഷമാണ്. നടന്നു പോകുന്നവരിൽ ഭൂരിഭാഗം പേരും മുഖം മറച്ചിരിക്കുന്നു. വിശപ്പ് അലട്ടാൻ തുടങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഹോട്ടലിൽ കയറി. അവിടെയുള്ള സെക്യൂരിറ്റിക്കാരൻ പൊടിയുള്ള അവസ്ഥയിലും പുറമെ പണിയെടുക്കുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ കാഴ്ചയായിരുന്നു. ഒരു നല്ല ഊണ് കഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഭൂമി തുരന്ന് 352 തൂണിന്റെ പൈലിങ്ങും പില്ലറുകളുടെ നിർമ്മാണവും പൂർത്തിയായി. തീരാനുള്ളത് റാമ്പിന്റെ തൂണുകളുടെ പൈലിംഗ് മാത്രം. അരൂർ മുതൽ തുറവൂർ വരെ 12.75 കിലോമീറ്റർ പാതയിലാണ് ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ഉയരപ്പാത വരുന്നത്. 352 തൂണുകളാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള പാതയിൽ വരുന്നത്. 55 മീറ്റർ മുതൽ 65 മീറ്റർ താഴ്ച വരെ ഭൂമി തുരന്നാണ് തൂണുകൾക്കായുള്ള പൈലിംഗ് പില്ലറുകൾ സ്ഥാപിച്ചത്. ഒരു തൂണിന് 8 പില്ലറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തുറവൂർ മുതൽ അരൂർ ക്ഷേത്രം കവല വരെയുള്ള ഭാഗത്ത് പൈലിംഗ് പൂർത്തിയായി. ക്ഷേത്രം കവല മുതൽ അരൂർ ബൈപ്പാസ് കവല വരെയുള്ള ഭാഗത്തു മാത്രമാണ് പില്ലറുകൾ നിർമ്മിക്കാനുള്ളത്. തുറവൂർ മുതൽ ചന്തിരൂർ വരെയുള്ള പാതയിൽ പൂർണ്ണമായി പൈലിംഗിന് ശേഷമുള്ള തൂണുകളുടെ നിർമ്മാണവും പൂർത്തിയായി. ഇവിടെ കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി നടക്കുകയാണ്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള പാതയിൽ തുറവൂർ, കുത്തിയതോട്, ചന്തിരൂർ, അരൂർ ബൈപ്പാസ് കവല എന്നിവിടങ്ങളിലാണ് റാമ്പുകൾ വരുന്നത്. തുറവൂർ, കുത്തിയതോട്, കോടന്തുരുത്ത്, എഴുപുന്ന, അരൂർ എന്നീ വില്ലേജുകളിലായി 177 സെന്റ് സ്ഥലമാണ് റാമ്പ് നിർമ്മിക്കുന്നതിനായി ഏറ്റെടുത്തിരിക്കുന്നത്.
ഈ റോഡിലൂടെ പോകുമ്പോൾ നിർമ്മാണത്തടസ്സം കാരണം ഞങ്ങൾക്ക് പലവട്ടം സമാന്തരമായ ഇടവഴികളിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നു. എന്നാൽ വീതി കുറഞ്ഞ റോഡുകളായതിനാൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നു. അതുപോലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഇടവഴികളുടെ അവസ്ഥ ശോചനീയമായി കാണാൻ സാധിച്ചു. അടുത്തിടെ ഒരു KSRTC ബസ് പ്രധാന റോഡിനരികെയുള്ള കുഴിയിൽ വീണത് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് കുഴികളിൽ വെള്ളം കയറുമ്പോൾ റോഡപകടങ്ങൾ പതിവാണ്. റോഡ് മുഴുവൻ വെള്ളം നിറയുമ്പോൾ കുഴി എവിടെയാണെന്ന് അറിയാത്തതാണ് പ്രശ്നം. ഒരുപക്ഷെ ഞങ്ങൾ വന്നത് മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹൈവേയുടെ എലവേറ്റഡ് പോർഷൻ തുറവൂർ വരെയാണുള്ളത്. ഇവിടെയെല്ലാം പഴയ റോഡിന്റെ വീതി കൂട്ടിയാണ് പണികൾ നടക്കുന്നത്. അതുകൊണ്ടുതന്നെ പലപ്പോഴും ഇടത്തേക്കും വലത്തേക്കും ട്രാക്ക് മാറേണ്ടതായി വന്നിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭാഗത്തു വാഹനങ്ങളെ മറികടക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മളിൽ പലർക്കും ഈ ഹൈവേയുടെ പ്രാധാന്യം അറിയില്ലായിരിക്കാം. സർവീസ് റോഡടക്കം 60 മീറ്റർ വീതിയിൽ 8 വരികളുള്ള ഒരു ഹൈവേയാണിത്. ജനസാന്ദ്രതയും സ്ഥലത്തിന്റെ വിലയും കൂടുതലുള്ള കേരളത്തിലും ഗോവയിലും ഇതിന്റെ വീതി 45 മീറ്ററായി ചുരുക്കിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നലുകൾ ഒഴിവാക്കി അണ്ടർപാസുകളും ഓവർപാസുകളും എലവേറ്റഡ് ബ്രിഡ്ജുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുംബൈ തുറമുഖം, നാവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ഗോവയിലെ മോർമുഗാവോ തുറമുഖം, പനമ്പൂരിലെ ന്യൂ മംഗലാപുരം തുറമുഖം, കൊച്ചിയിലെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, കൊല്ലം തുറമുഖം, രത്നഗിരി തുറമുഖം എന്നിങ്ങനെ പശ്ചിമ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെയെല്ലാം ഈ ദേശീയ പാത ബന്ധിപ്പിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഭീമൻ മദർഷിപ്പുകൾക്ക് എത്താൻ സാധിക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള ചരക്കുകൾ ഇന്ത്യയിലേക്ക് നേരിട്ട് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാകും. അതിനാൽ ഈ ദേശീയ പാത ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന കടൽ തുറമുഖങ്ങളിലേക്ക് ട്രക്കുകളിൽ ചരക്ക് നീക്കാൻ അനുവദിക്കുന്നു. ഈ ഹൈവേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സമുദ്രോൽപ്പന്നങ്ങളുടെയും വിപണി വിപുലീകരിച്ചതിനാൽ ഈ മേഖലയിലെ വ്യാപാരവും വാണിജ്യവും വർദ്ധിച്ചുവരുന്നു. ഈ പാതയുടെ രൂപീകരണം ഈ ഹൈവേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രദേശത്തെ ടൂറിസം വികസനത്തിനും കാരണമാകുന്നു. 1640 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേയുടെ 678 കിലോമീറ്റർ എന്ന വലിയ ഭാഗം നമ്മുടെ കേരളത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു വികസന കുതിച്ചുചാട്ടത്തിന് ഇത് സഹായകമായേക്കാം. ചേർത്തലയെത്തും മുൻപ് തന്നെ ഞങ്ങൾ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞു. കാരണം അതുവഴി പോകുന്നത് വളവാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അവിടെയുള്ള ഒരു കടയിൽ നിർത്തി ഓരോ സോഡാനാരങ്ങാ വെള്ളവും കുടിച്ചു. അർത്തുങ്കലിലേക്ക് പോകേണ്ട വഴി ചോദിച്ചപ്പോൾ അതുവഴി പോയി പെരുമ്പറ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയണമെന്നാണ് പറഞ്ഞത്. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിന്റെ അനുഭൂതിയാണ് എനിക്ക് തോന്നിയത്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായ പ്രദേശം. ചുറ്റും മരങ്ങൾ ഉള്ളതുകൊണ്ട് വഴിയിലെല്ലാം നല്ല തണലും കാണാം. പോകുന്ന വഴിയിൽ അർത്തുങ്കൽ ബസിലിക്കായുടെ ദിശാബോർഡ് കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. അറവുകാട് ക്ഷേത്രവും അടുത്താണെന്ന് മനസ്സിലായി. ഈ ഭാഗത്തെ റോഡുകൾ എല്ലാം വീതി കുറവാണെങ്കിലും നല്ല ടാറിംഗ് ആണ്. ഒരുപക്ഷെ ബസിലിക്കയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയായിരിക്കണം ഈ റോഡ് മികച്ച രീതിയിൽ പരിപാലിക്കുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ബസിലിക്ക ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനുള്ള കാരണം നേരിട്ട് വന്നാലേ മനസ്സിലാകൂ. ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ആലപ്പുഴയിലെ അർത്തുങ്കൽ ബസിലിക്ക. ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് ചരിത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാം. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട്.
കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മൂത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ആർത്തുങ്കൽ. വ്യവസായിക കേന്ദ്രം കൂടെയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദൈവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസയടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോ ഡ ഗാമയുടെ കേരള സന്ദർശനത്തിനു ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1640 പള്ളി പടിഞ്ഞാറോട്ടഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണാവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം ഈ പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും മൈനർ ബസിലിക്കയാണ് അർത്തുങ്കൽ. അർത്തുങ്കൽ ബസിലിക്കയ്ക്ക് നേരെ എതിർവശത്തായി സെന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലുള്ള ഒരു വിദ്യാലയവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഈ സ്കൂളിൻ്റെ പഴയ കെട്ടിടം തൊട്ടടുത്തു തന്നെയുണ്ട്. വൈകുന്നേരം ആയതിനാൽ അധികം സ്കൂൾ വിദ്യാർത്ഥികളൊന്നും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഒരു ചായക്കടയിൽ ഞങ്ങൾ കുറച്ചുനേരം ചെലവഴിച്ചു. കടപ്പുറത്തേക്കുള്ള വഴി ചോദിച്ചപ്പോൾ സ്കൂളിനോട് ചേർന്നുള്ള വഴിയിലൂടെ നേരെ പോകാനാണ് കടക്കാരൻ പറഞ്ഞത്. ഞങ്ങൾ വൈകാതെ യാത്ര തിരിച്ചു. സമയം 4 മണിയായിരുന്നു. അർത്തുങ്കൽ പള്ളിയുടെ നിർമ്മാണ ഭംഗിയെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. അക്കാലത്തെ അവസ്ഥ വച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് ഇത്തരമൊരു പള്ളി അദ്ഭുതമായിരിക്കണം. പ്രശസ്തമായ അവിടുത്തെ തിരുനാൾ ജനുവരി മാസത്തിലാണ് നടക്കാറുള്ളതെന്നു ഒരു നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. വളവുകളില്ലാത്ത ഒരു വഴിയാണ് ഇത്. കടൽ അടുക്കുന്നതിൽ അന്തരീക്ഷത്തിലുള്ള മാറ്റം ഞങ്ങൾ ശ്രദ്ധിച്ചു. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഈ വഴിയിൽ സ്ഥിതി ചെയ്യുന്നത് കാണാമായിരുന്നു. കയറുന്ന ഭാഗത്തു തന്നെ ഒരു കുരിശ് കണ്ടു. ചോദിച്ചപ്പോൾ അതെ, ഈ ഭാഗത്തെ മിക്ക ബീച്ചുകളിലും കാണാനാകും എന്നാണ് അറിഞ്ഞത്. തിരക്കില്ലാത്ത സ്ഥലമായതിനാൽ മുൻപിൽ തന്നെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ശാന്തമായിരുന്നു ഇവിടത്തെ അന്തരീക്ഷം. വിരലിലെണ്ണാവുന്ന ചില മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഇവിടെയുണ്ടായിരുന്നുള്ളൂ. ഈ നീണ്ട മണൽപ്പരപ്പിൽ പലയിടത്തായി ചെറിയ കടകൾ കാണാം. എന്നാൽ ഭൂരിഭാഗവും അടച്ചുകിടക്കുകയാണ്. ഒരുപക്ഷെ വിനോദസഞ്ചാരികളുടെ കുറവായിരിക്കാം ഇതിന് കാരണം. ഒരിടത്ത് 3 പേർ ചേർന്ന് കുറച്ച് കടൽമീനുകളെ ഒരു വലിയ വീപ്പയിലേക്ക് മാറ്റുന്നത് ഞങ്ങൾ കണ്ടു. അടുത്തു ചെന്നപ്പോൾ 1 കിലോ മത്തി 20 രൂപയ്ക്ക് തരാമെന്നു അയാൾ പറഞ്ഞു. ആദ്യം ഒരു ആശ്ചര്യമായി തോന്നിയെങ്കിലും അതാണ് ഇവിടത്തെ വില എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. കടപ്പുറമായതുകൊണ്ട് തന്നെ മത്സ്യങ്ങളെ ആഹാരമാക്കാൻ ധാരാളം കാക്കകൾ പറക്കുന്നത് കാണാമായിരുന്നു. ഫൈബർ ബോട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ടായിരുന്നു. മിക്ക ബോട്ടുകളിലും പള്ളിയുടെയും പുണ്യാളന്മാരുടെയും ചിത്രങ്ങൾ ഉള്ള കൊടികൾ കാറ്റത്ത് പാറുന്നത് അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിനിന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ വഞ്ചിയിലുള്ളവരെ പുണ്യാളൻ അപകടം കൂടാതെ കാക്കും എന്ന വിശ്വാസം മൂലമാണിത്. ഇതായിരുന്നു അവിടെ ഞങ്ങളെ ഏറെ ആകർഷിച്ച കാഴ്ച. മീനുകൾ കേടുവരുത്തിയ ഒരു വല ഒരു കൂട്ടം ആളുകൾ ചേർന്നു തുന്നിച്ചേർക്കുന്നു. പരസ്പരം തമാശകൾ പറഞ്ഞും ഒരുമിച്ച് ചിരിച്ചും അവർ തങ്ങളുടെ ജോലി ആസ്വദിക്കുന്നു. ആ വല അവരുടെ എല്ലാം അന്നമായിരിക്കണം. എന്നാൽ ആ വിഷമം നമുക്ക് മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഇവരുടെ ഈ കൂട്ടായ്മയാണ് ഞങ്ങൾ ഏറെ ശ്രദ്ധിച്ചത്. പിടിച്ച മീനുകളും ഉപയോഗിച്ച വലകളും സൂക്ഷിക്കാനുള്ള ഒരു ചെറിയ കെട്ടിടം ഇവിടെയുണ്ട്.
ചില ദിവസങ്ങളിൽ മീനുകളുടെ ലേലവും ഇവിടെ തന്നെയാണ് നടക്കാറുള്ളത്. ഇവിടെ വെള്ളം വാങ്ങാൻ ഞങ്ങൾ ഒരു കടയിൽ കയറിയിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളിയും ആ കടയിൽ ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ മീനിന്റെ വിലയെക്കുറിച്ചും അയാൾ സംസാരിച്ചു. വിഴിഞ്ഞം കടപ്പുറത്ത് 1 കിലോ മത്തിക്ക് 200 രൂപ ലഭിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 20 രൂപയ്ക്ക് കൊടുത്താലും വാങ്ങാൻ ആളുകൾ ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. വിഴിഞ്ഞത്തു ഈയിടെ വന്ന വികസനമാണ് അതിന് കാരണമെന്നു ഞങ്ങൾ പറഞ്ഞു. ആ ചർച്ച എങ്ങുമെത്താതെ കുറെ നീണ്ടുപോയി. ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. കുറച്ചുനേരം കൂടി ചിലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അർത്തുങ്കൽ ബസലിക്കയിൽ വരുന്നവർ ഇവിടെയും സന്ദർശിക്കാൻ പരമാവധി ശ്രമിക്കുക. അധികം തിരക്കില്ലാത്തതിനാൽ കുടുംബത്തോടൊപ്പം വരാൻ സാധിക്കും. ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. നേരത്തെ കയറിയ കടയിലെ കച്ചവടക്കാരൻ അർത്തുങ്കൽ പള്ളിയോളം പ്രാധാന്യമുള്ള തങ്കി പള്ളിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ അവിടേക്ക് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടി സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചേർത്തലയ്ക്ക് അടുത്താണെങ്കിലും കടക്കരപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്ഥലങ്ങൾ വരുന്നത്. ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കയറു വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും മത്സ്യബന്ധനത്തെയും ആശ്രയിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ്. കയറുനൂൽ നൂൽക്കുക, ഡോർ മാറ്റുകൾ, ഭൂവസ്ത്രങ്ങൾ മുതലായ കയറു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നിവയാണ് കയറു വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ. കടൽ, ഉൾനാടൻ മത്സ്യബന്ധനം, ചെമ്മീൻ വളർത്തൽ, മത്സ്യകൃഷി, ഫാം സ്റ്റേഡുകൾ, തടി മില്ലുകൾ മുതലായവയാണ് ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ. വഴിയിലുള്ള ഏതെങ്കിലും കടക്കാരനോട് സംസാരിച്ചാൽ ഇവിടെയുള്ളവരുടെ സംസാരരീതിയിലുള്ള വ്യത്യസ്തതയും നമുക്ക് മനസ്സിലാക്കാനാകും. വലിയ ട്രാഫിക് ഇല്ലാത്ത വഴിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പള്ളി പരിസരത്തെത്തി. പ്രകൃതിക്കിണങ്ങും വിധം ജീവിതം നയിക്കുന്ന പച്ചമനുഷ്യരുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ വളർച്ചയുടെ അടയാളമായി 4.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് തങ്കി സെന്റ് മേരീസ് ഫൊറോന ദേവാലയം. ചേർത്തല ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാറിയാണ് ഇത് നിലകൊള്ളുന്നത്. മുൻവശത്തേക്കെത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എത്തിയത് പിൻവശത്തായിരുന്നു. എന്നാൽ പിൻവശവും നല്ല ഉയരത്തിൽ മനോഹരമായി പണിതുവച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ വൈദിക മന്ദിരവും നേർച്ചയ്ക്കുള്ള കൗണ്ടറും കാണാം. പ്രാർത്ഥന ഇല്ലാത്ത സമയമായതിനാൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഇടവകയിലെ തന്നെ ചില സ്ത്രീകൾ പള്ളിയുടെ പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ഇടവകയിൽ 1650 കത്തോലിക്ക കുടുംബങ്ങളിലായി 5300 വിശ്വാസികളാണുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ വരാറുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതിനാൽ തന്നെ പള്ളിയുടെ ഒരു വശത്തെ സ്പീക്കറിൽ തമിഴിൽ പ്രാർത്ഥനകൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പള്ളിയോട് ചേർന്നു കിടക്കുന്ന ഈ കെട്ടിടം പള്ളിയോളം തന്നെ പഴക്കമുള്ളതാണ്. ഞാൻ ഇവിടെ നിന്നറിഞ്ഞ ഈ പള്ളിയുടെ ചരിത്രം ഇങ്ങനെയാണ്. ക്രിസ്ത്യൻ മതം AD 57 എത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യയിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭൂപടത്തിൽ ഒരു എളിയ തീരദേശ ഗ്രാമത്തെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാക്കി മാറ്റിയതിന്റെ പ്രതീകമായാണ് തങ്കി ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് വരുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ തങ്കി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹം നിലനിന്നിരുന്നുവെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കേരള തീരത്ത് വന്നിറങ്ങുകയും ക്രിസ്ത്യാനികളെയും സുഗന്ധദ്രവ്യങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തിരച്ചിൽ ചരിത്രപുസ്തകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയാണുണ്ടായത്. പോർച്ചുഗീസ് വരവ് സ്ഥിതിഗതികൾ വേഗത്തിലും ഗണ്യമായി മാറ്റിമറിക്കുകയും ചെയ്തു. ജെസ്യൂട്ടുകൾ അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തങ്കി ഒരു ചരിത്രമുഖത്തേക്ക് പ്രവേശിച്ചു. അവരുടെ നടത്തത്തിൽ ഒരുപാട് പുതിയ മതപരിവർത്തനങ്ങളും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ലത്തീൻ ആചാരത്തിന്റെ സ്വീകാര്യതയും ഉണ്ടായിരുന്നു. അതിനാൽ ചുറ്റുമുള്ള പ്രദേശം അതിവേഗം വളർന്നു. 1583-ലാണ് ഇവിടെ ആദ്യ ചാപ്പൽ സ്ഥാപിതമായത്.
പിന്നീട് 1709 വിപുലീകരിച്ചത് അവിടെയുള്ള ആർക്കട്ടി കുടുംബത്തിലെ കൊച്ചുമരിക്ക മുത്തിയുടെ പണമുപയോഗിച്ചായിരുന്നു എന്നാണ് ചരിത്രം. 1832 കൊച്ചി രൂപതയുടെ ബിഷപ്പ് ജോക്കിം ഡ സാന്താ റീത്ത ബോട്ടെല്ലോ തങ്കിയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തി. ഇന്ന് നിലനിൽക്കുന്ന പള്ളിയുടെ മുൻഭാഗം 1930 പണിതത്. പ്രളയവും പകർച്ചവ്യാധികളും അകന്നു നിൽക്കുന്ന ഇവിടം വേദനിക്കുന്നവരുടെയും അശരണരുടെയും അഭയസ്ഥാനമാണ്. 1936 ഈ നാട്ടിലെ പാവപ്പെട്ട വീട്ടമ്മമാർ പിടിയേരി കൂട്ടി അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങി പ്രാർത്ഥനാപൂർവം പ്രതിഷ്ഠിച്ച മുടി വളരുന്ന കർത്താവിൻ്റെ ഈ അദ്ഭുത രൂപം ജനലക്ഷങ്ങളെയാണ് തങ്കിയിലേക്ക് ആകർഷിക്കുന്നത്. ഈ പള്ളിയുടെ നേതൃത്വത്തിലുള്ള സെന്റ് ജോർജ് ഹൈസ്കൂൾ അടുത്തുതന്നെ സ്ഥിതി ചെയ്യുന്നു. 1921 ആരംഭിച്ച ഈ സ്കൂളിൻ്റെ ശതാബ്ദി സ്മാരക കെട്ടിടവും അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഞങ്ങൾ പോയപ്പോൾ പള്ളിയുടെ പല ഭാഗത്തായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരാൾ ആ പള്ളിയെക്കുറിച്ചുള്ള നോട്ടീസും എൻ്റെ കയ്യിൽ തന്നു. അർത്തുങ്കൽ പള്ളിയോളം ചരിത്രമുള്ള ഒരു തീർത്ഥകേന്ദ്രമാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ കടൽത്തീരത്ത് ഒരു സംസ്കാരം വളർന്നു വന്നതിൽ ഈ ദൈവാലയങ്ങൾ വഹിച്ച പങ്കിനെ ചെറുതായി കാണാൻ സാധിക്കില്ല. ഇനി നിങ്ങളിൽ ആരെങ്കിലും ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടം തീർച്ചയായും സന്ദർശിക്കണം. തീർച്ച പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ മറ്റൊരു കടയിൽ കയറി ഒരു കടുംകാപ്പി കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.